പത്തനംതിട്ട വാലഞ്ചുഴിയിൽ 14-കാരി പുഴയിൽ ചാടി മരിച്ചതിൽ അയൽവാസിയായ യുവാവ് കസ്റ്റഡിയിൽ. അഴൂർ സ്വദേശി ശരത്തിനെയാണ് പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മരിച്ച ആവണിയുടെ പിതാവ് പ്രകാശിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശരത്തിനെ കസ്റ്റഡിയിൽ എടുത്തത്. തന്റെ മകൾ ആവണിയെ അയൽവാസി ശരത് നിരന്തരമായി ശല്യം ചെയ്തിരുന്നുവെന്ന് പിതാവ് പ്രകാശ് പോലീസിൽ മൊഴി നൽകി. വലഞ്ചുഴിയിൽ ഉത്സവം കണ്ട് മടങ്ങി വരുമ്പോൾ മകളുമായി സംസാരിക്കാൻ ശരത്ത് ശ്രമിച്ചു. തടയാൻ ശ്രമിച്ച തന്റെ മകനെ ശരത്ത് മർദ്ദിച്ചു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ തന്നെ ശരത്തും കൂട്ടാളികളും ചേർന്ന് മർദ്ദിച്ചു. തനിക്ക് മർദ്ദനമേറ്റതിന്റെ മനോവിഷമത്തിലാണ് മകൾ നദിയിലേക്ക് ചാടിയതെന്ന് പ്രകാശ് പറഞ്ഞു. ഇവർ നേരത്തെ ഒരു ചെറിയ ലോകം ഉണ്ടായിരുന്നു. ഇപ്പം ശരത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പനായിട്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇവരെന്ത് സംസാരം ഉണ്ടായി. സംസാരം ഇപ്പോൾ എൻ്റെ മോനെ പഠിച്ചുകൊണ്ടിരിക്കുക, അവനോട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനുമായിട്ട് എന്തുകൊണ്ട് സംസാരം ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഞാനവിടെ ചെല്ലുന്നു. ഇവൻ്റെ കൂട്ടുകാരന്മാർ ഒത്തിരി പേര് എന്നെ അടിച്ചു. അപ്പോൾ ഇത് എന്നെ അടിക്കുന്ന കണ്ടുകൊണ്ടാണ് ഇവളെടുത്ത് വെള്ളത്തിച്ചു. ഇന്നലെ രാത്രി 8:45 ആവണി വലഞ്ചുഴിയിലെ നടപ്പാലത്തിൽ നിന്നും അച്ഛൻ കോവിലാറ്റിലേക്ക് ചാടിയത്. ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പിതാവിന് മർദ്ദനമേറ്റത് കണ്ടതുകൊണ്ടുള്ള മനോവിഷമത്തിലാണ് ആവണി നദിയിലേക്ക് ചാടിയതെന്ന് FIR-ലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, പത്തനംതിട്ട.